ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി MNയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. എന്നുവെച്ചാൽ ഇവിടെ എനിക്കുണ്ടായിരുന്ന ഉണ്ണിയപ്പം ചട്ടി ആരോ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഒരു പുതിയ ചട്ടി വാങ്ങി, ഉണ്ണിയപ്പം ചട്ടി വാങ്ങിയപ്പം ഞാൻ വിചാരിച്ച് എന്തായിരുന്നാലും ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അങ്ങനെ കരുതി ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഉണ്ണിയപ്പത്തിന് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നെ കുറിച്ച് പറയാം. ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ചാക്കരിയും കൂടി ഏറ്റെടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 250 ഗ്രാം ശർക്കര, അത് ഞാൻ നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിനെ അരിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ഈ അരിയുടെ കൂടെ ഈ ശർക്കരയും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്ത കൂട്ടാണ് ഇതാ ഈ ഇരിക്കുന്നത്. ഈ കൂട്ടിലോട്ട് ഞാൻ ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരല്പം ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഞാൻ അത് ചേർത്തില്ല. ഏലക്ക ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടത്തേക്ക് വേണ്ടി കുറച്ച് കപ്പലണ്ടി, ഒരു 3 കഷ്ണം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വറുത്ത് ചേർക്കാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് എള്ളെടുക്കണം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതെല്ലാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടി നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുക്കാൻ വേണ്ടിയാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലപോലെ മൂത്ത് ഇനി അതിലോട്ട് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. എള്ള് ഇട്ട് കൊടുക്കണം. ചവണക്ക, എണ്ണയിലിട്ട് വറുത്തെടുത്തത് നല്ലപോലെ തണുത്ത് ഇനി നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കലക്കണം. ഈ കണക്കിനാണ് മാവ് കലക്കി വെക്കേണ്ടത്. ഇതാണ് പുതിയ ഉണ്ണിയപ്പ ചട്ടി. ഇത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഉണ്ണിയപ്പ ചട്ടി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ സൺഫ്ലവർ ഓയിലാണ്. ഇതിന് എണ്ണ നല്ലപോലെ ചൂടാകണം. നല്ലപോലെ ചൂടായി. ഇനി മാവ് ഒഴിക്കാം. ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയാണ്
കിട്ടിയിട്ടുള്ളത്. പുതിയ ചട്ടിയായതുകൊണ്ട് ഇത്തിരി ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടി. അത് ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ സുഖമായിട്ട് ഉണ്ടാക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കി. ഇതുപോലെ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഞാൻ ചെയ്തതുപോലെ ചെയ്യണം. എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം. എന്നിരുന്നാലും ഞാൻ പുതിയ ചട്ടിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ കാണാം.